اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. പരിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10ആണ്. റമളാൻ 1 മുതൽ 10 വരെ ഒരു വിശ്വാസി അള്ളാഹുവിനോട് സദാ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. റഹ്മത്ത് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും റഹ്മത്ത് ചെയ്യുന്ന അള്ളാഹുവേ, എന്നോട് നീ റഹ്മത്ത് ചെയ്യ്, എന്നോട് നീ കാരുണ്യം കാണിക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്ത് കാരുണ്യത്തിൻ്റെ പ്രതീകമായി ലോകം വാഴ്ത്തുന്ന ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മയുടെ സ്നേഹത്തിൻ്റെ ആഴമളക്കാൻ ഇന്ന് ഒരു ശാസ്ത്രത്തിനും എന്ത് ചെയ്യൂല, കഴിയില്ല. ഒരു പിതാവിൻ്റെ വാത്സല്യത്തിൻ്റെ തോത് അളക്കാൻ ഇന്ന് ഒരാൾക്കും എന്ത് ചെയ്യൂല, കഴിയില്ല. അത്രയും ആഴത്തിലുള്ള ബഹറുൻ അമീഖാണ്, ആഴമുള്ള ഒരു സമുദ്രത്തിൻ്റെ പ്രവാഹമാണ് സത്യത്തിൽ എന്ത് നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹമെന്ന് പറയുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വർണ്ണിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വർണ്ണന എന്ന് പറയുന്നത് 70 ഉമ്മയുടെ സ്നേഹം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു അടിമയോടുണ്ട്. 70 ഉമ്മയുടെ സ്നേഹം. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബത്തും ഇങ്ങനെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരു വഴിവക്കിൽ വെച്ചുകൊണ്ട് ഒരു ഉമ്മ, ഒരു മാതാവ് തീ ഇങ്ങനെ കത്തിക്കുന്നുണ്ട്. ഭക്ഷണമുണ്ടാക്കുകയാണ്, തീ കത്തിക്കുകയാണ്. കത്തിക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ കുഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഉറങ്ങുന്നുണ്ട്. ആ ഉറങ്ങുന്ന കുഞ്ഞിലേക്ക് ഈ അടുപ്പിൻ്റെ ചൂട് ലവലേശം പോലും വരാൻ പാടില്ല എന്ന് മനസ്സിലാക്കി ഉമ്മ സ്വയം ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് എല്ലാ ചൂടും താൻ ഏറ്റെടുത്തിട്ട് താൻ ഏറ്റുവാങ്ങി തൻ്റെ കുഞ്ഞിന് ഒരു ലേശം ചൂട് പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. അത്രത്തോളം സ്നേഹത്തോടുകൂടെ ഉമ്മ പരിചരിക്കുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണണം. അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, സഹാബത്തെ, നിങ്ങൾ വിചാരിക്കുന്നുവോ ആ കിടക്കുന്ന കുഞ്ഞിനെ അതിൻ്റെ മാതാവ് ആ അടുപ്പിലേക്ക് ഇടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു, വല്ലാഹി സുമ്മ വല്ലാഹി, ഇല്ല നബിയെ, ഒരിക്കലുമില്ല. ഈ അടുപ്പിൻ്റെ ഒരു തീയിൻ്റെ ചൂട് തൻ്റെ കുഞ്ഞിന് ഏൽക്കല്ലേ എന്ന് വിചാരിച്ച് സ്വയം ഒരു പ്രതിരോധ കോട്ടയായി നിന്ന ആ ഉമ്മ ഒരിക്കലും ആ തീയിലേക്ക് എന്ത് ചെയ്യൂല, ആ കുഞ്ഞിനെ വലിച്ചെറിയാൻ തയ്യാറാവൂല. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ സ്വഹാബത്തെ, ആ ഉമ്മയുടെ 70 ഇരട്ടി സ്നേഹം ഒരു അടിമയോട് പ്രപഞ്ചനാഥനാകുന്ന പരംപൊരുളാകുന്ന അള്ളാഹുവിനുണ്ട് എന്ന് ലോകത്തിൻ്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ആഴമളക്കാൻ നമ്മുടെ ഈ അമ്മാറത്തും ലവ്വാമത്തും മുൽഹിമത്തും നിറഞ്ഞ നെഫ്സ് ഉണ്ടായിരിക്കാൻ സാധ്യമല്ല. അത് പൂർണ്ണമായി കഴുകിക്കളഞ്ഞ് ശുദ്ധിയായി
ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഒരാൾ എത്തുമ്പോഴേ അള്ളാഹുവിൻ്റെ കാരുണ്യം അതിൻ്റെ ഒരു ചെറിയ അളവ് പോലും അളക്കാൻ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കഴിയുള്ളൂ. അത്രയും വലുതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം. എത്രയാണെന്ന് ഒരു വ്യക്തിയോട് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യൂല, അത് മനസ്സിലാവില്ല. കാരുണ്യത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. എത്ര ആയത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുള്ളത്. ഒരൊറ്റ കാര്യം പറയണം, നമ്മളൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മളിപ്പോൾ ഈ സമയത്ത് പറഞ്ഞു, ഇത് ഓൺ ദ സ്പോട്ടിൽ ഇവിടെ മലായിക്കത്ത് എന്ത് ചെയ്യും, എഴുതി വെക്കും. ഓൺ ദ സ്പോട്ടിൽ മലായിക്കത്ത് ഇവിടെ എന്ത് ചെയ്യും, എഴുതി വെക്കും. എന്നാൽ നമ്മൾ എന്തെങ്കിലും മോശമായ ഒരു വാക്ക് പറഞ്ഞാൽ, മോശമായ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ 6 മണിക്കൂർ അല്ലാഹു തആല വെയിറ്റ് ചെയ്യും. എന്തിന്? എൻ്റെ അബ്ദ് ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞെങ്കിൽ എനിക്കത് പിന്നെയും ഹസനാത്തുകളിൽ രേഖപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ച് അള്ളാഹു 6 മണിക്കൂർ വെയിറ്റ് ചെയ്യുമെന്ന് അല്ലാമ ഇസ്മായിലുൽ ഹഖിൽ ബറൂസവി റളിയല്ലാഹു അൻഹു അവർ റൂഹുൽ ബയാൻ എന്ന് പറയുന്ന കിതാബിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. 6 മണിക്കൂർ അള്ളാഹു വെയിറ്റ് ചെയ്യും. എത്ര കാരുണ്യവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ തോത് കുറച്ചെങ്കിലും മനസ്സിലാകണമെങ്കിൽ നമ്മളെ കണ്ണ് തുറക്കണം. കണ്ണ് തുറന്നാൽ പടച്ച റബ്ബേ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ദഖായിഖുൽ ഹഖായിഖ് എന്ന് പറയുന്ന കിതാബിൽ കാണാം, ഹീന തറൽ മയ്യിത ഹയ്യൻ, ഒരു നിർജീവമായ ഒരു മയ്യിത്തിനെ നീ ജീവനുള്ളതായിട്ട് കാണുന്ന സന്ദർഭം. വല്ലലാമ നൂറ, ഇരുട്ടുകളെയൊക്കെ നീ പ്രകാശമായി കാണുന്ന ഒരു സന്ദർഭം. വസ്വാമിത മിൻ ഇൻസാനിൻ വശജരിൻ വഹജരിൻ, മനുഷ്യന്മാരിൽ നിന്ന് മിണ്ടാത്തവരെ, അതുപോലെ തന്നെ മരങ്ങളെ, കല്ലുകളെയൊക്കെ നീ മുതകല്ലിമൻ, സംസാരിക്കുന്നതായിട്ട് നീ കാണുകയാണെങ്കിൽ. വഹീന തറൽ ഫറാഗ മുംതലിഅൻ, ഒഴിഞ്ഞ പ്രദേശങ്ങളൊക്കെ നീ നിറഞ്ഞതായിട്ട് കാണുകയാണെങ്കിൽ. ഫഖദ് തഹഖഖത വവസൽത, നീ പൂർണ്ണമായും ഹഖീഖത്തിന്റെ മഖാമിൽ നീ എത്തിയിട്ടുണ്ട്, പൂർണ്ണമായും വുസൂലിലേക്ക് നീ എന്ത് ചെയ്തിട്ടുണ്ട്, നീ എത്തിയിട്ടുണ്ട്. വഹീന സതറ ജമാലൻ മാ കുൻത തുദ്രികുഹു ബിബസരിക്, നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ വസ്തുക്കളിലും നീ അല്ലാഹുവിൻ്റെ ജമാലിയത്ത് കാണുന്ന തലത്തിലേക്ക് നീ എത്തിയിട്ടുണ്ടെങ്കിൽ നീ കണ്ട ജമാലിയത്ത് യുദ്റക് ബിൽ ബസീറ, അത് നീ അകക്കണ്ണുകൊണ്ട് കണ്ടതാണ്, അകക്കണ്ണുകൊണ്ട് കണ്ടതാണ്. ജമാലുൽ കലാമില്ലദീ ഫിസ്സംത് വജമാലുൽ ഹയാത്തില്ലദീ ഫിൽ മൗത്ത്, കലാമിൻ്റെ ഭംഗി എന്ന് പറയുന്നത് എന്തിലാണ്? സംസാരത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുന്നതിലാണ്. വജമാലുൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അല്ലതീ ഫിൽ മൗത്ത്, അത് മരണത്തിലാണ്. നമ്മൾക്കൊക്കെ ഇങ്ങനെ തോന്നാറുണ്ട്, എന്തിനാണ് റബ്ബ് ഒരു മരണം ഉണ്ടാക്കിയത്, ഒരു റൂഹിനെ പൊളിക്കുന്ന സന്ദർഭം എന്തിനാണ് ഉണ്ടാക്കിയത്, എന്തിനാ അല്ലാഹു തആല ഒരു ഖബർ ഉണ്ടാക്കിയത്, എന്തിനാ മഹ്ശർ ഉണ്ടാക്കിയത്? അതിൻ്റെ പൊരുളുകൾ അറിയുമ്പോഴാണ്, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് എൻ്റെ റബ്ബ് ഇതൊക്കെ തയ്യാറാക്കുക? ഇത്രയും സുന്ദരമായ വഴി, അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴി വേറെ എന്തുണ്ട് എന്ന് വിശ്വാസിക്ക് അവൻ്റെ മനോതലങ്ങൾ അതെന്ത് ചെയ്യും, മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. വ ജമാലുൻ നൂരില്ലദീ ഫിൽ ളലാം, പ്രകാശത്തിൻ്റെ ഭംഗി അത് ഇരുട്ടിലാണ് എന്ന് മനസ്സിലാകുന്ന ഒരു സന്ദർഭം വരും. അതിനെന്ത് വേണം? അള്ളാഹുവിൻ്റെ അപാരമായ റഹ്മത്ത് ഒരു മനുഷ്യനിലേക്ക് ഉണ്ടാവണം. ആ റഹ്മത്ത് കിട്ടാൻ പറ്റുന്ന സുന്ദരമായ 10 പരിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ 10. അത് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റുവാങ്ങിയേ പറ്റുള്ളൂ. അതിന് 1 മണിക്കൂറല്ല അല്ലാഹു തആല വെച്ചിട്ടുള്ളത്, 1 ദിവസമല്ല, 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരാൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അപാരമായ ഹഖീഖത്തിൻ്റെ റഹ്മത്ത് ഒരാൾ എന്ത് ചെയ്യണം? വാങ്ങിയിരിക്കണം. എന്നിട്ടേ പിന്നെ എനിക്ക് എവിടേക്ക് കടക്കാൻ പറ്റുള്ളൂ? മഗ്ഫിറത്തിൻ്റെ 10ലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കടക്കാൻ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരമാനന്ദം ആസ്വദിക്കാനും ആ പരമാനന്ദം അനുഭവിച്ചറിയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.